ഒരു നാടൻ ഫിഷ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? അതിനായി ആദ്യം തന്നെ ചട്ടി ചൂടാവാനായി അടുപ്പത്തോട്ട് വെക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ കറിയിലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. എന്നിട്ട് മാത്രമേ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതില്ലേ ഏത് ഫിഷിനും വെച്ച് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ അയില കറിയാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ മസാലപ്പൊടികളൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ മസാലപ്പൊടി നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മളൊരു കൈപ്പിടി നിറയുള്ള പുളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. ഈ പുളിവെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ പുളിവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ പുളിവെള്ളവും ഈ മസാലപ്പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കുന്നുള്ളൂ. അടച്ച് വെച്ച് ഒന്ന് നന്നായി തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയിലയാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഇനി മീനും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായി മീൻ വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി നാടൻ ഫിഷ് കറിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.